പേർക്ക് സനദ് നൽകുകയാണ്. സനദ് സ്വീകരിക്കുന്ന അൽ ഹാഫിൽ അൽ മുഫ്തി അൽ ഖാരി മുസ്തഫ ഇബൻ മുജീബ് റഹ്മാൻ പെരുമ്പാവൂർ. പരീക്ഷയ്ക്കിടയിൽ കിട്ടിയ 2 ദിവസത്തെ അവധി സന്നദ്ധദാന സമ്മേളനത്തിൽ നിർബന്ധമായും ഞങ്ങൾക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അവർക്ക് ഒരുക്കിയ അവസരം ഉപയോഗപ്പെടുത്തി എത്തിയിരിക്കുകയാണ്. മുസ്തഫ ബഹുമാനപ്പെട്ട മർഹൂം മുത്തവല്ലി പി എ ഇബ്രാഹിം ഹാജി അവറുകളെ സംബന്ധിച്ച് ചന്ദ്രിക പത്രത്തിൽ ലേഖനം എഴുതിയ ഒരു പണ്ഡിതനാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ അതിൻ്റെ നമ്പർ അടിസ്ഥാനത്തിൽ എവിടെ നിന്ന് ചോദിച്ചാലും പറയാൻ കഴിയുന്ന ഒരു നല്ല ഹാഫിളും കൂടെയാണ് മുസ്തഫ. അൽ ഹാഫിൽ അൽ ഫാളിൽ അൽ ഖാരി മുസ്തജാബ് മുഹ്സിൻ ഇബ്നു മുഹമ്മദ് KC പുൽപ്പറ്റ. മുസ്തജാബ് മൗലവിയുടെ പിതാവ്, മഞ്ചേരിക്കാർക്കെല്ലാം സുപരിചിതനായ നമ്മുടെ യത്തീംഖാന സ്കൂളിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച മുഹമ്മദ് സാഹിബാണ്. ഇന്ന് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് അദ്ദേഹം യാത്രയായിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ തന്നെ ആ ഖബറിന് അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയുമാറാകട്ടെ. മൂന്നാമതായി അൽ ഫാളിൽ മുഹമ്മദ് ജവാഹർ ഇബ്നു അബ്ദുർ റഹീം പന്തല്ലൂർ. അൽ ഹാഫിൽ മുഹമ്മദ് ഷിബിലി ഇബ്നു ബഷീർ മഞ്ചേരി. അൽ ഹാഫിൽ അൽ ഖാരി അഷ്ഫാഖ് ഇബ്നു മുഹമ്മദ് ഷിഹാബുദ്ദീൻ കോട്ടക്കൽ. അൽ ഹാഫിൽ അൽ ഖാരി അബ്ദുറഹ്മാൻ ഇബ്നു സലീം തോട്ടേക്കാട്. അൽ ഹാഫിൽ അൽ ഫാളിൽ ഹിഷാം ഇബ്നു അബ്ദുർ റഷീദ് അൽ മൗലവി അൻ നജ്മി കൊപ്പം. ബഹുമാനപ്പെട്ട കൊപ്പം അബ്ദുർ റഷീദ് ഉസ്താദിൻ്റെ മകനാണ് ഹിഷാം. സനദ് സ്വീകരിച്ച നജ്മി ഉലമാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാന്യനായ ആദ്യമായി സനദ് സ്വീകരിച്ച അൽ ഹാഫിൽ മുസ്തഫ നജ്മി അവറുകൾ ഈ സ്ഥാപനത്തിൽ തന്നെ 2 വർഷം അത്തഖസ്സുസ് ഫിൽ ഫിഖ്ഹി ഷാഫിഈ കർമ്മശാസ്ത്രത്തിലെ PG കോഴ്സ് പൂർത്തീകരിച്ച മുഫ്തിയും കൂടെയാണ്. അതിൻ്റെയും കൂടെ സനദ് സ്വീകരിക്കുന്നതിന് അൽ ഹാഫിൽ അൽ മുഫ്തി മുസ്തഫ ഇബ്നു മുജീബുർ റഹ്മാൻ അവറുകളെ ക്ഷണിക്കുന്നു. അടുത്തതായി മുഖ്യപ്രഭാഷണമാണ്. അതിനു